വിശദമായ വാർത്തകളിലേക്കാണ്. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണു. 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റിസർവോയറിന് സമീപത്തെ പാറയിൽ നിന്ന് തെന്നി വീഴുകയായിരുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം? അതോടൊപ്പം ഈ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ കുട്ടികൾ വീഴാനുണ്ടായ സാഹചര്യം? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ 4 കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത്. പീച്ചി ഡാമിന്റെ റിസർവോയറിലേക്ക് കാൽവഴുതി വീഴുന്നത്. പീച്ചി സ്വദേശി നിമ, അതുപോലെ തന്നെ പട്ടിക്കാട് സ്വദേശി അലീന, ആൻഗ്രീസ്, എറിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. നിമയുടെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാനായി എത്തിയതായിരുന്നു അലീനയും ആൻഗ്രീസും എറിനും. ഇവർ 4 പേരും ചേർന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം പീച്ചി ഡാം റിസർവോയറിന്റെ ഭാഗത്തേക്ക് പോയപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. പാറയിൽ നിന്ന് കാൽ വഴുതി ഡാമിലെ റിസർവോയറിന്റെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്നവർ ഓടിക്കൂടിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. വെള്ളത്തിൽ നിന്നും എടുത്ത് ഉടൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ പൾസ് നോർമൽ ആയിരുന്നില്ല. 4 പേരെയും ഉടൻ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ജൂബിലി മിഷൻ ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർമാരെ അടക്കം വിളിച്ചു വരുത്തുന്ന അവധി ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല മുതിർന്ന ഡോക്ടർമാരെയും വിളിച്ചു വരുത്തി വലിയൊരു മെഡിക്കൽ സംഘമാണ് ഇവരെ പരിചരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 3 പേര് പൾസ് ഇപ്പോൾ നോർമലായി എന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായി പറയുന്നു. അലീന, ആൻഗ്രീസ്, എറിൻ എന്നിവരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ 3 പേരുടെയും പൾസ് നോർമലായ ഒരു സാഹചര്യമുണ്ട്. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുകയാണെന്നാണ് പറയുന്നത്. ഇവരുടെ BP കൂടി നോർമൽ ആകേണ്ടതുണ്ട്. BP നോർമൽ ആകാനുള്ള മരുന്നുകളാണ് ഇപ്പോൾ 3 പേർക്കും നൽകുന്നത്. 4 പേരും ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് തുടരുന്നത്. വലിയൊരു ജനക്കൂട്ടമാണ് ഇവിടെയുള്ള നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം ജൂബിലി മിഷൻ ആശുപത്രിയിലുണ്ട്. മന്ത്രി രാജൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. 4 പേരും രക്ഷപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും ഉൾപ്പെടെ. അതിനുള്ള ശ്രമം ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BP നോർമൽ ആയത് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്നാണ് പറയുന്നത്. അലീന, ആൻഗ്രീസ്, എറിൻ എന്നീ 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഈ 4 പേരെയും എത്തിക്കുമ്പോൾ 4 പേരുടെയും പൾസ് നോർമൽ ആയിരുന്നില്ല, അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് അവിടെ നിന്നും നൽകിയ ചികിത്സയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ 3 ഗുരുതരാവസ്ഥയിലുള്ള 3 പേരുടെയും പൾസ് നോർമലായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇവരുടെ BP കൂടി നോർമൽ ആവേണ്ടതുണ്ട്. അതിനുള്ള മരുന്നുകളാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ അടങ്ങുന്ന മെഡിക്കൽ സംഘം നൽകുന്നത്. എന്തായാലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരും ആശുപത്രി അധികൃതർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇവർ 4 പേരും രക്ഷപ്പെട്ട് പൂർണ്ണ ആരോഗ്യവതികളായി തിരിച്ചു വരട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും ഉൾപ്പെടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനീഷ്, സംഭവ സമയത്ത് ഈ 4 പെൺകുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? തീർച്ചയായും 4 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് വിവരം ലഭിക്കുന്നത്. കാരണം നിമയുടെ വീട്ടിലേക്ക് പെരുന്നാളിന് കൂടാനായിട്ടാണ് ഈ അലീനയും ആൻഗ്രീസും എറിനും ഇവർ സുഹൃത്തുക്കളാണ് എത്തിയത്. വീട്ടിലെ ഭക്ഷണത്തിന് ശേഷമാണ് ഇവർ ഇത്തരത്തിൽ ഡാമിന്റെ റിസർവോയറിന്റെ അടുത്തേക്ക് പോയത്. അവിടെ വെച്ച് കാൽ വഴുതി പാറയിൽ നിന്നും കാൽ വഴുതി 4 പേരും വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ്. ഈ സമയത്ത് ഇവരുടെ കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. സമീപത്തുണ്ടായിരുന്നവർ ലൈഫ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ ഇവരുടെ നിലവിളി കേട്ടാണ് ഓടിയെത്തി ഉടൻ തന്നെ ഇവരെ 4 പേരെയും കരക്കെത്തിച്ച് ആംബുലൻസിൽ ഇവരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും അവിടെ ഉണ്ടായിരുന്നവരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഇവരെ ജീവൻ തിരിച്ചു കിട്ടി ജീവനോടെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനായത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൾസ് ഉണ്ടായിരുന്നില്ല, അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ ഇവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റി അവധിയിലുള്ള ഡോക്ടർമാരെ വിളിച്ചു വരുത്തി. അതിനുശേഷം മെഡിക്കൽ സംഘം ഇവരെ പരിചരിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പൾസ് നോർമൽ ആകുന്ന ഒരു ഘട്ടത്തിലേക്കെങ്കിലും എത്തിയിട്ടുള്ളത്. ഇനി ഇവരുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് വേണ്ട മരുന്നുകളെല്ലാം നൽകി തുടർ ചികിത്സ നൽകി വരികയാണ് മെഡിക്കൽ സംഘം. എന്തായാലും ഇവിടുത്തെ സ്ഥിതിവിവരങ്ങൾ അറിയാനായി മന്ത്രി കെ രാജൻ, ഈ മണ്ഡലത്തിൽ ഒല്ലൂർ മണ്ഡലത്തിലെ പ്രതിനിധി കൂടിയാണ് മന്ത്രി കെ രാജൻ. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വൃന്ദ. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.